എന്നോട് ലിറ്ററലി ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്കിവിടെ നിങ്ങളെ ചികിത്സിക്കാനുള്ള വകുപ്പില്ല. ഞാൻ അവരോട് കാല് പിടിച്ചു പറഞ്ഞു, എനിക്ക് എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യും, പറ്റില്ല എന്ന് എന്താ പറയുക മുഖത്തടിച്ച രീതിയിൽ അവർ പറഞ്ഞു. ഭയങ്കര റൂഡായിട്ട് എന്നോട് സംസാരിച്ചതും അവർ വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ അവിടെയും പറ്റിയില്ല. എന്തുകൊണ്ട്? നിനക്കൊരു തൊണ്ടവേദനയല്ലേ, നിനക്ക് പനിയല്ലേ? സുജിത് ഭക്തൻ അപ്പൊ ഈ ഒരു വീഡിയോ ആണെന്ന് ഭൂരിഭാഗം പേർക്ക് സുജിത് ഭക്തൻ അറിയായിരിക്കും. കാര്യം പുള്ളി എന്ന് പറഞ്ഞാൽ ട്രാവൽ വ്ളോഗുകളും കാര്യങ്ങളൊക്കെയാണ്. അതായത് യൂട്യൂബ് ഈ നമ്മുടെ മലയാള യൂട്യൂബ് തന്നെ തുടങ്ങിയതിനകത്ത് ഏറ്റവും ആദ്യം തുടങ്ങിയ ഒരു പുള്ളിയൊക്കെ ഉണ്ടായി. അപ്പൊ ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിലേ തുടങ്ങിയുള്ളൂ. അപ്പൊ അത് ഒരുപാട് നാൾ മുന്നേ തുടങ്ങിയുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പോഴും പുള്ളിക്കാരൻ ആ ഒരു റീച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ആ ഒരു ഇതിനകത്തുള്ള ഒരു വെറൈറ്റി കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഈ സുജിത് ഭക്തൻ ഇപ്പൊ വന്നേക്കുന്ന ഒരു വിഷയം എന്താന്ന് നോക്കണമെങ്കിൽ നമ്മുടെ യൂറോപ്പിനകത്തേക്ക് സുജിത് ഭക്തൻ ഒരു ട്രിപ്പ് പോയി. അപ്പൊ ആ ഒരു ട്രിപ്പ് പോയപ്പോഴത്തേക്കും അവിടെ വെച്ചിട്ട് പുള്ളിക്കാരന് ത്രോട്ട് ഇൻഫെക്ഷൻ വരെ ഉണ്ടായി. അപ്പൊ ഈ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നപ്പോഴത്തേക്കും പുള്ളി അവിടുത്തെ ഒരു ഹോസ്പിറ്റലിനകത്ത് പോയപ്പോഴത്തേക്കും, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് പുള്ളിക്ക് ഉണ്ടായ എക്സ്പീരിയൻസും അവിടുത്തെ ഡോക്ടറുടെ കയ്യിൽ നിന്ന് പുള്ളിക്ക് ഉണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പുള്ളി ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പലർക്കും ഒരു ചിന്തയുണ്ട്, അതായത് ഇപ്പൊ പുറം രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ലൈഫ് സെറ്റ്, അവിടെ എല്ലാം സെറ്റ് ആണെന്നൊക്കെ ഉള്ള ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ ഒരു ചിന്തേനെ നമുക്കൊന്ന് മാറ്റി ഉടക്കുന്ന രീതിക്കുള്ള ഒരു സംഭവമാണ്. പോയി ഡോക്ടറെ കണ്ട് ടോക്കൺ എടുത്തിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറയാ, ഞാൻ സർജറി ഡിപ്പാർട്ട്മെന്റിന്റെ ആളാണ്, അപ്പുറത്തെ റൂമിൽ പോകണം. എന്നിട്ട് അപ്പുറത്തെ റൂമിൽ പോയപ്പം അവര് പറയാ, നീ ഇവിടെ ജീവിക്കുന്ന ആളല്ലല്ലോ, എനിക്ക് നിന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊരു ആന്റിബയോട്ടിക് തന്നാൽ മതി, തൊണ്ടയുടെ പ്രശ്നമാണെങ്കിൽ ഇവിടെ ഫാർമസി പോയിട്ട് എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ച് കഴിച്ചാൽ പോരുന്നു. ഞാൻ പറഞ്ഞു, അത് കഴിക്കുന്നുണ്ട്, അത് കഴിച്ചാൽ പോവില്ല, ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു പോക്ക് വരാൻ പോകും. അവർ വേറെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു, അതിന്റെ ലൊക്കേഷൻ തന്നു, നീ അവിടെ പോയി. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കണേ. അതായത് പുറം രാജ്യത്താന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പൊ യൂറോപ്പ് പോലത്തെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കും ഭയങ്കര സെറ്റാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവിടത്തേക്കോ ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ, പുറം രാജ്യത്തുകാരനായതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു കൺസിഡറേഷനെ അവർ കൊടുക്കുള്ളൂ. ഓ, നീ പുറത്തുനിന്ന് വന്നവനാണ്, അതുകൊണ്ട് നിനക്ക് ചികിത്സ നീ ഇപ്പൊ തൊണ്ട പൊട്ടി ചത്തുപോയാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഉള്ളൊരു മൈൻഡാണ് അവിടെ ഉള്ളവർക്ക് എന്നാണ് ഈ പുള്ളിയുടെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇപ്പൊ ഈ സുജിത് ഭക്തൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പുള്ളി തൊണ്ട ഈ ഒരു യൂട്യൂബർ ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ചും അവരെന്നൊക്കെ പറഞ്ഞ് തൊണ്ട വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനകത്താണ് തൊണ്ടയ്ക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് അവരുടെ അന്നം മുട്ടുന്ന രീതിക്കുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ പോലും അവരെ ഒന്ന് കൺസിഡർ ചെയ്യാനായിട്ട് ഒന്നും പറ്റാത്തൊരു ഡോക്ടർമാരാണ് അവിടെ ഉള്ളത്. ഇനി അവിടെ നിന്ന് ഉണ്ടായ എക്സ്പീരിയൻസ് പുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, നമുക്കൊന്ന് കണ്ടുനോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം യൂറോപ്പിലെ എൻ്റെ അവസ്ഥ, അതായത് യൂറോപ്പിൽ നിന്നും ആശുപത്രിയിൽ പോയപ്പോൾ എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും കുറേ ആളുകൾ അതിന് വിമർശിച്ചുകൊണ്ടും, സ്വാഭാവികമായിട്ട് വിമർശിച്ചുകൊണ്ടും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ പല രീതിയിൽ വിമർശനങ്ങളും പല രീതിയിലുള്ള സപ്പോർട്ടും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകളും കമൻറ്റ് ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സിസ്റ്റം എത്ര മികച്ചതാണ്, പുറത്ത് പല നാട്ടിലും മെഡിക്കൽ സിസ്റ്റം ഭയങ്കര വീക്കെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സമയത്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല, നമ്മളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പലരും പറയുന്ന ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കറക്റ്റാണ്. ബേസിക്കലി അതിനകത്ത് ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർ, പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കുന്ന ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർക്കാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ക്രിമികടി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒരിക്കലും പറയില്ല ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര സെറ്റപ്പ് ഹോസ്പിറ്റലുകളിനകത്തുള്ള സർവീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്, നമ്മുടെ നാട്ടിലുള്ളതെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നമുക്ക് ചികിത്സ, ബേസിക് ആയിട്ടുള്ള ചികിത്സ കിട്ടും. അങ്ങനത്തെ ഒരു സംഭവം നമുക്കുണ്ട്. അതിപ്പോൾ ഏത് പുറത്തുനിന്ന് വന്ന ആളാണെങ്കിലും നമുക്ക് ഇവിടെ ചികിത്സ കിട്ടും. അതിന് ഇവിടെ കുറവൊന്നുമില്ല. പല സൗകര്യങ്ങൾക്കും ഇവിടെ കുറവുണ്ടായേക്കാം. പക്ഷേ എന്ന് പറഞ്ഞ് ചികിത്സയാണല്ലോ മെയിനായിട്ട് വേണ്ടത്. ആ ഒരു സാധനം പോലും പുറത്തെ രാജ്യത്തൊന്നും കിട്ടുന്നില്ല. അതായത് മെയിനായിട്ടും അവിടെ ഉള്ളവർക്കൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഒരാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവർക്ക് കിട്ടുന്നില്ല എന്നാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ബാക്കിയാണ്, അതായത് അവരുടെയൊക്കെ വാദം എന്ന് പറയുന്നത്, അവർ ജീവിക്കുന്ന യൂറോപ്പ് അല്ലെങ്കിൽ UK, അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ UKയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നം. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ പോലും നമുക്ക് കൂടുതലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ധാരാളമായിട്ടുണ്ട്. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്സ് കിട്ടുന്ന സംഭവങ്ങളൊക്കെയാണ്. അവിടെ പൈസ കൊടുക്കണമല്ലോ, ഇൻഷുറൻസിൻ്റെ പരിപാടിയാണ്. അവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ പനി വന്നാലോ ജലദോഷം വന്നാലോ ആശുപത്രിയിൽ പോകുന്ന പോലെ അവർക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ പറ്റത്തില്ല. എമർജൻസി ആയി അതായത് ജീവൻ പോകുന്നുള്ളൊരവസ്ഥയെ മാത്രമേ അവർക്ക് പല സമയത്തും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു കെയർ കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നിങ്ങളുടെ ടേണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ യൂറോപ്പിലും UKയിലും ഒക്കെയുള്ള ആശുപത്രികളുടെ ഗൂഗിൾ മാപ്പിൽ റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥകൾ കാണാൻ സാധിക്കും. ജസ്റ്റ് ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ റിവ്യൂ എടുത്ത് നോക്കിക്കും നിങ്ങൾക്ക് അവരുടെ പ്രോപ്പർ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. അവിടുത്തെ ജനങ്ങൾ പോലും അതിനെപ്പറ്റി ഫ്രസ്ട്രേറ്റഡ് ആണ്.
ഓക്കെ, അപ്പൊ അവിടെ ഉള്ളവർക്ക് പോലും അത്രയും വേണ്ട ചികിത്സ ഒന്നും കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം ഗതികെട്ടൊരു അവസ്ഥയിനകത്താണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പുറം രാജ്യങ്ങളായി ഇപ്പൊ യൂറോപ്പ് പോലത്തെ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാട്ടാ. കാര്യം ഈ ഒരു ഇപ്പൊ പുറം രാജ്യത്തൊക്കെ ഇപ്പൊ നമ്മൾ എല്ലാവർക്കും ഉള്ള ചിന്ത അങ്ങനെ തന്നെയാണ്. പുറം രാജ്യം എന്നൊക്കെ പറയുമ്പോൾ സെറ്റ് ആയിരിക്കും, ഫുൾ അടിപൊളി എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഭൂരിഭാഗം പേർക്കും അങ്ങനെ ആയിരിക്കും ഉള്ളത്. ഇപ്പൊ അവിടെ പോയേക്കണവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വരുമ്പോഴാണ്, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ അതേപോലുള്ള കാര്യങ്ങളിന് അതുപോലെ സർവീസും കാര്യങ്ങളൊക്കെ അതുപോലും മര്യാദ കിട്ടാണെങ്കിൽ അത് എന്ത് അവസ്ഥയാണ്. സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ഫോറിനർ നമ്മുടെ നാട്ടിൽ വരുന്നു, അയാൾക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അയാൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഓഫ് കോഴ്സ്, പക്ഷേ അയാൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നു. അയാളോട് പറയാണ്, നിങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടഡ് ചികിത്സയാണ്, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടെ ട്രീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് അങ്ങനെ ഇറക്കി വിടില്ല, 100% ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞ് അയാളെ ഇറക്കി വിട്ടാൽ അയാൾ എന്തായിരിക്കും ആ രാജ്യത്തെ പറ്റി ചിന്തിക്കുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും അയാൾക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇത് എന്ത് രാജ്യമാണ് ഇത്, ഞാൻ വേറൊരു രാജ്യത്ത് വന്നിട്ട് ആ രാജ്യത്തെ ഞാനൊരു അതിഥിയാന്ന് പോലും കണക്കാക്കാണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യനെ തന്നെ അങ്ങേര് വേണമെങ്കിൽ കുറ്റം പറഞ്ഞെന്ന് വരാം. അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ അവർ വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അപ്പൊ ഈ ഒരു രീതിക്കുള്ള സർവീസൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ പിന്നെ നമുക്ക് പ്രതികരിക്കണം. അപ്പൊ ഇതേപോലെ പുള്ളി പ്രതികരിച്ചതിനകത്ത് ഞാൻ ഒരിക്കലും പുള്ളിക്കാരനെ തെറ്റു പറയില്ല. ആലോചിച്ച് നോക്കൂ. ആ അവസ്ഥയാണ് ബേസിക്കലി എനിക്കുണ്ടായത്. എന്നോട് ലിറ്ററലി ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ചികിത്സിക്കാനുള്ള വകുപ്പില്ല. ഞാൻ അവരോട് കാല് പിടിച്ച് പറഞ്ഞു, എനിക്ക് എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യും, പറ്റില്ല എന്ന് എന്താ പറയുക മുഖത്തടിച്ച രീതിയിൽ അവർ പറഞ്ഞു. ഭയങ്കര റൂഡായിട്ട് എന്നോട് സംസാരിച്ചതും. അവർ വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാൽ അവിടെ പോയപ്പോൾ അവിടെയും പറ്റിയില്ല. സോ അതാണ് ബേസിക്കലി നമ്മൾ അവിടെ പോയിട്ട് എമർജൻസിയിൽ വെയിറ്റ് ചെയ്ത് കാത്തിട്ട് നിൽക്കണം. എന്തുകൊണ്ട് നിനക്കൊരു തൊണ്ടവേദനയല്ലേ, നിനക്ക് പനിയല്ലേ, ഇത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ മാറില്ലേ എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചു. യെസ്, മാറുമായിരിക്കാം. സ്വാഭാവികമായിട്ട് തൊണ്ടയ്ക്കൊക്കെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ മരുന്നും കഴിക്കാതെ ചിലപ്പം 10-15 ദിവസം 1-2 ആഴ്ച കൊണ്ട് മാറുമായിരിക്കാം. പക്ഷേ എത്ര എന്ന് പറഞ്ഞ് ഞാൻ എന്ത് അവസ്ഥയല്ലേ. അതായത് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ടാണ് ഈ പറഞ്ഞ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് വേണ്ട ചികിത്സയൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ പറയണേ, ഓ നിനക്ക് ചെറിയൊരു അസുഖമല്ലേ, അത് ചെറിയൊരു തൊണ്ടയൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി, അതങ്ങ് പൊട്ടി സൗണ്ട് പോയെന്നല്ലേ ഉള്ളൂ, സൗണ്ട് പോയാൽ തന്നെ ഇപ്പം എന്താ പ്രശ്നം, നീ കുറച്ചാൾ മിണ്ടാണ്ടിരുന്നാൽ പോരെ എന്നൊക്കെയാണ് ഇവിടെ ആൾക്കാരുടെ ഓരോ ചിന്താഗതി. എന്ത് ചിന്താഗതിയാണത് എനിക്ക് മനസ്സിലാവുള്ള. വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാണ്ട് ഒരാൾ അത് പ്രതികരിക്കുമ്പോഴത്തേക്കും അയാളെ തല്ലി കിടത്താനാണ്. കാര്യം നീ കുറച്ചാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുമല്ലോ എന്നൊക്കെ പറയാൻ ഇവരൊക്കെ എന്ത് ചിന്താഗതിയാണെന്ന് എനിക്ക് മനസ്സിലാവുള്ള കേട്ടോ. അപ്പൊ ഇതേപോലുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. അതായത് ഈ പുറം രാജ്യക്കാർ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഓ അവരെ ഒന്നും പറയാൻ പാടില്ല, അവരൊക്കെ അങ്ങനെയാണ് സെറ്റപ്പാണ്, നമ്മളിവിടെ ഒരു കുഗ്രാമം, അവരൊക്കെ സെറ്റപ്പ്, അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ എനിക്ക് ഇവരോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ബിസി.